കണ്ണൂർ വാണിയപ്പറമ്പ് ഇൻഫന്റ് ജീസസ് പള്ളിയിലെ 38-ാം നമ്പർ കല്ലറയിൽ മൃതദേഹം അടക്കം ചെയ്തതിന് ഒപ്പം ഒരു പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ നിലയിൽ വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. മൃതദേഹം ആണ് എന്ന സംശയത്തെ തുടർന്ന് കല്ലറ പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് നിന്നും ദുരൂഹ സാഹചര്യത്തിൽ ആരെയെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നതും അന്വേഷിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, സ്വാഭാവികമായും പ്രേക്ഷകർക്കുണ്ടാകുന്ന ഒരു സംശയം, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കല്ലറ തുറന്ന് അത് വിശദമായി പരിശോധിക്കാത്തത് എന്നതായിരിക്കുമല്ലോ. എന്ത് സാങ്കേതിക നടപടിക്രമങ്ങളാണ് ഇനി ശേഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മൃതദേഹം ആണോ എന്ന സംശയം തീർക്കുന്നതിന് അത് പരിശോധിക്കുക എന്നതാണ്, ആ പരിശോധന വൈകുന്നത്? ബൈജു, അഭിലാഷ്, ഏറ്റവും പുതുതായി നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം ഈ ദുരൂഹത തൽക്കാലം നീങ്ങി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം ഇപ്പോൾ പോലീസ് പറയുന്നത് 2006-ലും അതുപോലെ തന്നെ 2015-ലും ഈ കല്ലറയിൽ മൃതദേഹം സംസ്കരിച്ചിരുന്നു. ആ മൃതദേഹമാണ് ഇപ്പോൾ ഈ കണ്ടെത്തിയെന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അതായത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ വലിയ ദുരൂഹതയുണ്ടായിരുന്നു. ഇതിന്റെ ഒരു ചിത്രമാണ് ആദ്യം വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഒരു മൃതദേഹം കിടക്കുന്നു, അതിന് തൊട്ടരികിലായി പ്ലാസ്റ്റിക് പായൽ പൊതിഞ്ഞ രീതിയിൽ മറ്റൊരു മൃതദേഹം. ഇത് വലിയ ആശയക്കുഴപ്പത്തിനിടയാക്കി. ഈ പള്ളിയിലെ അധികാരികൾക്കും ഇത് സംബന്ധിച്ച് വലിയ ധാരണയില്ലാത്ത സംഭവം ഉണ്ടായി. 38-ാം നമ്പർ കല്ലറയിലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഈ രജിസ്റ്റർ, ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ പരിശോധനയിൽ നിന്നാണ് 2006-ലും അതുപോലെ തന്നെ 2015-ലും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരാളുടെ മൃതദേഹമാണ് 2015-ൽ സംസ്കരിച്ചിരുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തിയൊരു മൃതദേഹം, ആ മൃതദേഹം ആണ് ഇതെന്നിപ്പോൾ പോലീസ് പറയുന്നുണ്ട്. എന്തായാലും സാധാരണ ക്രിസ്ത്യൻ ആചാരപ്രകാരം ഇത്തരത്തിൽ പ്ലാസ്റ്റിക് പായൽ, അതായത് പ്രോട്ടോകോൾ ഉണ്ട്, ഗ്രീൻ പ്രോട്ടോകോൾ ഉണ്ട്, അങ്ങനെ സംസ്കരിക്കാറില്ല എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അതാണ് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. പക്ഷേ ഇതിപ്പോൾ പോലീസ് പറയുന്നത് ഇതിലൊരിപ്പോൾ ആശയക്കുഴപ്പം നീങ്ങി എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇത്തരത്തിൽ 2015-ലെ മൃതദേഹമാണ് ഇതെന്ന് പോലീസ് പറയുന്നു. ഇതിൽ നമ്പർ 2015 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10 വർഷത്തിലേറെ പഴക്കമുള്ള മൃതദേഹമാണ്. ഈ കല്ലറയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു പക്ഷേ ഈ മൃതദേഹം ഇതേ അവസ്ഥയിൽ തന്നെ, അതായത് ഈ പായിൽ പൊതിഞ്ഞ നിലയിലൊക്കെ കണ്ടെത്തുമ്പോൾ അത്രയും പഴക്കമുള്ള മൃതദേഹം തന്നെയാണത്, അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടം എന്ന് തന്നെയാണോ പോലീസ് ഉറപ്പിച്ച് പറയുന്നത്? മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹതയും ഇല്ല എന്നാണോ പറയുന്നത്? അഭിലാഷ്, പോലീസിന്റെ ഭാഗത്തു നിന്നും വിശദീകരണം അങ്ങനെയാണ് പറയുന്നത്. അതായത് ഇതിൽ ഇപ്പോൾ നിലവിൽ ഒരു ദുരൂഹത ഇല്ല എന്നാണ് പറയുന്നത്. ഈ പ്ലാസ്റ്റിക് പായ ആയതുകൊണ്ട് തന്നെ വർഷം എത്ര കഴിഞ്ഞാലും അത് അതുപോലെ നിൽക്കും. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് പായ അല്ലെങ്കിൽ അത്തരം പ്ലാസ്റ്റിക് വസ്തുക്കൾ ഈ ശവക്കല്ലറയിൽ ഉപയോഗിക്കരുതെന്ന ഒരു ചട്ടം പള്ളികളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അത്തരത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരാളുടെ മൃതദേഹമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയെന്ന് പറയുന്നു. ഏതായാലും അന്ന് ആ സമയത്ത് ഇത്തരം മൃതദേഹം സംസ്കരിച്ച ആളുകളൊന്നും ഇപ്പോൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇല്ലാത്തതുകൊണ്ടും ആശയക്കുഴപ്പം വന്നതാണെന്ന് പറയുന്നു. 93 മൃതദേഹങ്ങളാണ് ഈ ഒരു പള്ളിയിൽ പുതുക്കിയതിനു ശേഷം സെമിത്തേരിയിൽ അടക്കം ചെയ്തത്. അതിൽ കുടുംബക്കല്ലറയുണ്ട്, ഇതുപോലെ തന്നെ പൊതുക്കല്ലറയുണ്ട്. ഇങ്ങനെ പൊതുക്കല്ലറയിലാണ് ഈ ഒരു സംഭവം ഇങ്ങനെ കാണപ്പെട്ടതും വലിയ തോതിലുള്ള ഒരു ദുരൂഹത ഉണ്ടായത്. പക്ഷേ പോലീസ് അത് കൃത്യമായി വിശദീകരിക്കുന്നത് അതിൽ ആശയക്കുഴപ്പം ഇല്ല, ദുരൂഹത ഇനി ഇല്ല, ഇത്തരത്തിൽ നേരത്തെ അടക്കം ചെയ്ത മൃതദേഹം എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇതിൽ ഏതെങ്കിലും അത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. അഭിലാഷ്, തീർച്ചയായും വിശ്വാസികളുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതികരണം എന്നത്, സാധാരണ ഈ സെമിത്തേരിയിൽ ഇങ്ങനെ മൃതദേഹം പായിൽ പൊതിഞ്ഞ് അടക്കം ചെയ്യാറില്ല. പണ്ടൊക്കെ ഈ തെമ്മാടിക്കുഴി എന്നൊക്കെ വിളിക്കുന്ന ഇടങ്ങളുണ്ടായിരുന്നു. അതായത് വിശ്വാസത്തിന് എതിരായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെ അങ്ങനെയാണ് അടക്കം ചെയ്യാറുള്ളത്. അവിടെയൊക്കെയാണ് ഇത് കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ കല്ലറയിൽ ഇത്തരത്തിൽ മൃതദേഹം പായിൽ പൊതിഞ്ഞ് അടക്കം ചെയ്യാറില്ല എന്ന് അവിടെയുള്ളവർ തന്നെ, വിശ്വാസികൾ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ 10 വർഷം പഴക്കമുള്ള മൃതദേഹം 10 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ അടക്കം ചെയ്തിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ദുരൂഹത ബാക്കിയാകുന്നത് ഈ കല്ലറയിലെ മൃതദേഹങ്ങളുടെ എണ്ണം, അതിനൊരു രജിസ്റ്ററൊക്കെ പള്ളിയിലുണ്ട്. അത് പ്രകാരം ഈ അടുത്ത കാലത്തൊന്നും ഈ കല്ലറയിൽ മൃതദേഹം അടക്കം ചെയ്തിട്ടില്ല. അതിലൊരു മൃതദേഹത്തിൻ്റെ ഡേറ്റയാണ് ഉള്ളത്. അവിടെയാണ് ഒന്നിലധികം മൃതദേഹം കണ്ടത്. ഇങ്ങനെയുള്ള ചില സംശയങ്ങളുണ്ട്. എന്തായാലും ബൈജു സൂചിപ്പിക്കുന്നത്, പോലീസ് പറയുന്നത് ഇപ്പോൾ അതിൽ കൂടുതൽ ദുരൂഹതയില്ല എന്നാണ്. പക്ഷേ വിശ്വാസികൾക്ക് സംശയമുണ്ടോ, ഈ പള്ളി അധികൃതർക്ക് സംശയങ്ങളുണ്ടോ എന്നതൊക്കെ ഇനിയും അറിയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.